വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് ഇന്ന് വീഡിയോയിലുള്ളത്. നമുക്ക് കഴിഞ്ഞ ദിവസം വ്ളോഗ് ഇടാൻ പറ്റിയിട്ടുണ്ടായില്ല. അപ്പോൾ കുറേ കൂട്ടുകാർ നമ്മളോട് ചോദിച്ചു, ചേച്ചി വ്ളോഗ് എന്താ മിസ് ചെയ്യുന്നു, വ്ളോഗ് എന്നും വേണമെന്ന്. അപ്പോൾ ഇന്ന് നമ്മുടെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ? പോകാം. ഏട്ടൻ ഇന്നലെ രാത്രി വരുമ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടുവന്നിരുന്നുണ്ട്. അപ്പോൾ നേരം വെഴുകി കൊണ്ടുവന്നത് കൊണ്ട് തന്നെ ഒന്നും ഞാൻ ഒതുക്കിപ്പറക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായില്ല. അപ്പോൾ അതേ ഫ്രിഡ്ജിൽ കവറോട് കൂടിയിട്ടാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. ഇതൊക്കെ നമുക്കിനി സെറ്റാക്കി ഒതുക്കി വെക്കണം കേട്ടോ. അപ്പോൾ ഇത് ഇന്നത്തെ ഒരു പരിപാടിയാണ്. അപ്പോൾ അതങ്ങനെ ഫ്രിഡ്ജിൽ തന്നെ അവിടെ നിൽക്കട്ടെ, എല്ലാം ഒഴിവ് പോലെ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ നമുക്കിന്ന് രാവിലെ ചോറാണ് കേട്ടോ. ചോറ് വെക്കാൻ കാരണം വേറെ ഒന്നും കൊണ്ടല്ല, നമുക്ക് തലേന്ന് വെച്ച് നല്ല അടിപൊളി മത്തിക്കറി ഉണ്ടായിരുന്നു കേട്ടോ രാത്രി വെച്ചത്. അപ്പോൾ അത് രാവിലെ ചോറിൻ്റെ ഒപ്പം, ചൂട് ചോറിൻ്റെ ഒപ്പം കഴിക്കാൻ അടിപൊളിയായിരിക്കും. അടുപ്പ് കത്തിച്ച് വലിയൊരു ചെമ്പും കയറ്റി വെച്ച് കുറച്ച് വെള്ളം അതിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതങ്ങനെ ചൂടാവട്ടെ, നമുക്ക് കുളിക്കാനും കുഞ്ഞുങ്ങളെ കുളിപ്പിക്കാനൊക്കെ എടുക്കാം. അപ്പം അത് നല്ലോണം ചൂടാവട്ടെ. പിന്നെ നമ്മുടെ കിണറ്റത്തെ വെള്ളത്തിൻ്റെ അവസ്ഥയാണ് നിങ്ങളെ കണ്ടത്, കലങ്ങി ചാറായി ഗൈസ്. അപ്പോൾ നമ്മൾ കുടിക്കാനൊക്കെ അപ്പുറം ഇപ്പുറത്തു നിന്നൊക്കെയാണ് നമ്മൾ എടുക്കുന്നത്. അത്യാവശ്യം ചുറ്റുവട്ടത്തുള്ള വെള്ളങ്ങളൊക്കെ അങ്ങനെ ആയിട്ടുണ്ട് കേട്ടോ കലങ്ങിയിട്ട്. പിന്നെ ഇതേ അപ്പുണ്ണിയുടെ സൈക്കിൾ ഇവിടെ നിർത്തിയിട്ടുണ്ട്. പിന്നെ മുറ്റത്തിൻ്റെ ഒക്കെ അവസ്ഥ ഇതാണ്, മുറ്റമടിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അമ്മയാണ് മുറ്റെല്ലാം അടിച്ച് വാരിയത്. അപ്പു ആണെങ്കിലും കുഞ്ഞു ആണെങ്കിലും ഒന്നും എഴുന്നേറ്റിട്ടില്ല കേട്ടോ. പിന്നെ മെയ് മാസം സ്റ്റാർട്ടായിട്ടുണ്ട്. നമ്മുടെ അപ്പുണ്ണിക്ക് ഈ ഒരു മാസം കൂടെ വെക്കേഷനുള്ളൂ. പിന്നെ അടുത്ത മാസം മുതൽ സ്കൂളിൽ പോക്കും തിരക്കൊക്കെ ആയിരിക്കും കേട്ടോ. അപ്പം നമ്മുടെ ദിവസം എന്ന് പറയുന്നത് വേറൊരു തരത്തിലുള്ള ദിവസമായിരിക്കും, ജഗപോക പരിപാടിയുള്ള ദിവസമായിരിക്കും കേട്ടോ. അതൊക്കെ നിങ്ങൾക്ക് ഇനി വരും വീഡിയോകളിൽ കാണാം. സ്കൂൾ ഡേയ്സിലുള്ള എന്താ പറയുക, വീട്ടിലത്തെ വിശേഷവും ഓട്ടപ്പാച്ചിലൊക്കെ നിങ്ങൾക്ക് കാണാം കേട്ടോ. പിന്നെ വൈകുന്നേരം ഞാൻ എൻ്റെ മൂത്തമ്മേൻ്റെ വീട്ടിൽ വന്നിരുന്നു കേട്ടോ, താഴേക്ക് വന്നിരുന്നു. അപ്പോൾ അവിടെ വന്നപ്പോഴത്തേക്ക് അവരൊക്കെ ചായ കുടിക്കാനുള്ള പരിപാടിയിലാണ്. നല്ല ചിക്കൻ കറിയും അതുപോലെ തന്നെ ബ്രെഡൊക്കെ എടുത്ത് വെച്ചിട്ട് ചായ കുടിക്കാനുള്ള പരിപാടിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ കറക്റ്റ് സമയത്ത് തന്നെ ഞാനിവിടെ എത്തിയിട്ടുണ്ട്. പിന്നെ കുഞ്ഞുങ്ങളാണെങ്കിൽ നേരത്തെ ഇവിടേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ആദ്യം തന്നെ കുട്ടിപ്പട്ടാളംസിനൊക്കെ അതേ നാത്തൂന് ബ്രെഡും ചിക്കൻ കറിയൊക്കെ കൊടുക്കുന്നുണ്ട്. പിന്നെ അപ്പവും സിദ്ധുവും ഒക്കെ എന്താ പറയുക ഹാളിൽ ഇരുന്ന് കഴിക്കുന്നുണ്ട്. ഇവിടെ ഇരുന്ന് പാറും കുഞ്ഞുണ്ണിയൊക്കെ കഴിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. കുഞ്ഞുണ്ണി അധികം കഴിക്കുന്നൊന്നും അറിയില്ല, പക്ഷെ അവനിങ്ങനെ ഭക്ഷണമൊക്കെ എടുത്ത് വയ്ക്കുമ്പോൾ എല്ലാവരുടെ കൂട്ടത്തിലും ഇങ്ങനെ നിൽക്കും. പിന്നെ നാത്തും വന്നിട്ട് ഒരു യോയൊക്കെ പറഞ്ഞു പോകുന്നുണ്ട്. സിദ്ധു അപ്പു ആണെങ്കിൽ ടി വിൻ്റെ മുന്നിൽ ഇരുന്നിട്ടാണ് കഴിക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അപ്പോൾ അപ്പുണ്ണിക്കുള്ളത് അമ്മ എടുക്കുന്നേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞാൻ കുളിയെല്ലാം കഴിഞ്ഞിട്ടാണ് താഴോട്ട് വന്നത്. വൈകുന്നേരമായിരുന്നു കുളിച്ച്. അപ്പുവിന് ചിക്കൻ വെച്ചാലും മീൻ വെച്ചാലും എല്ലാം അവന് ചിക്കൻ ആണെങ്കിലും മീനാണെങ്കിലും ഒക്കെ നുള്ളി പറിച്ച് ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പം അമ്മ അതിൻ്റെ പരിപാടിയിലാണ്. താഴേക്ക് വന്നിട്ടുണ്ടെങ്കിൽ സമയം പോകുന്നതേ അറിയില്ല കേട്ടോ. ഇവിടെ എല്ലാവരും ഉള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾ നല്ലോണം കളിച്ച് അതുപോലെ ഓരോന്ന് കഴിച്ച് ഓരോ വർത്താനമൊക്കെ പറഞ്ഞ് അങ്ങനെ ഇങ്ങനെയൊക്കെ ഇരിക്കും. ഇവിടെ വന്ന് നോക്കിയപ്പോൾ ദേ ഇന്ന് ഇവിടുത്തെ പരിപാടി എന്ന് പറയുന്നത് മാങ്ങ ഉപ്പിലിടലും അച്ചാറിടലും ഒക്കെ ആയിരുന്നു കേട്ടോ. അച്ചാറിട്ട് വെച്ചിട്ടില്ല, അതിന് വേണ്ടി മാങ്ങയൊക്കെ ഇങ്ങനെ അരിഞ്ഞ് സെറ്റാക്കി ഉപ്പൊക്കെ ഇട്ടിട്ട് വെറുതെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിലിടും അച്ചാറിടും. പിന്നെ ഇവിടെയാണെങ്കിൽ എല്ലാവരും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ വോൾഗേജ് പറയുന്നുണ്ട് വീഡിയോ എടുക്കല്ലേ എന്ന് പറയുന്നുണ്ട് കേട്ടോ. പിന്നെ മൂത്തമ്മേനെ ഞാൻ നോക്കിയിട്ട് ഇങ്ങനെ ചിരിക്കുകയാണ്, കാരണം എനിക്ക് പെട്ടെന്ന് നന്ദനത്തിലെ കുമ്പിടീനെ ഓർമ്മ വന്നു. കാരണം കുറിയൊക്കെ തൊട്ടിട്ട് നല്ല ചിക്കൻ കാലൊക്കെ അടിച്ച് പറക്കുന്നുണ്ടായിരുന്നു മൂത്തമ്മ കേട്ടോ. അപ്പോൾ ഞാനും ഇവിടെ അതേ ചിക്കൻ കറി ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇനി ഞാനും കഴിക്കാൻ വേണ്ടി പോവുകയാണ്. എല്ലാവരും ഓരോ കഥയൊക്കെ പറഞ്ഞിട്ട് കഴിക്കുകയാണ് കേട്ടോ. ചിക്കൻ കറിയാണെങ്കിൽ ഒരു രക്ഷയില്ലായിരുന്നു, അടിപൊളി എരിവായിരുന്നു കേട്ടോ. എനിക്ക് പൊതുവേ ഭയങ്കര ഇഷ്ടമാണ് എരിവുള്ള കറിയോ അതുപോലെ തന്നെ ചൂട് കട്ടൻ ചായയൊക്കെ കുടിച്ചിട്ടുണ്ടെങ്കിൽ കണ്ണിക്കൂടെയൊക്കെ പുകയും പോകും തലയും കറങ്ങും. അങ്ങനെ നല്ലോണം ആസ്വദിച്ചിരുന്ന് കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ കുഞ്ഞുങ്ങളും ഇരുന്ന് കഴിക്കുന്നുണ്ട്. കുഞ്ഞുവാണെങ്കിലും അവിടുന്ന് ഇവിടെ നിന്നൊക്കെ എല്ലാവരുടെ പ്ലേറ്റിൽ നിന്ന് ഓരോന്നൊക്കെ ചിക്കി പറിച്ചൊക്കെ തിന്നുന്നുണ്ട് കേട്ടോ. പിന്നെ അടുത്ത പരിപാടി ഞങ്ങൾ ഇവിടെ ഇരുന്നിട്ട് കളിക്കാൻ, നമുക്ക് കള്ളനും പോലീസൊക്കെ കളിക്കാമെന്നാണ് പറയുന്നത്. പിന്നെ ഇവിടെ കണ്ടില്ലേ, ഞാൻ നേരത്തെ ഫുള്ളായിട്ട് എടുത്തില്ലല്ലോ, ഇത് വെറുതെ ഉപ്പിട്ട് വെച്ചതാണ് കേട്ടോ മാങ്ങ. ഇന്ന് കുറച്ച് മാങ്ങയൊക്കെ പറിച്ചു. മൂത്തമ്മൻ്റെ അവിടെ നല്ല മാങ്ങ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. നല്ലോണം ചെനച്ചിട്ടും ഉണ്ട്. ഞങ്ങളിപ്പോൾ ഉള്ള പരിപാടി എന്ന് പറയുന്നത് ചെനച്ച മാങ്ങ ഉപ്പുമുളക് കൂട്ടി കഴിക്കലാണ് ഇവിടെ വന്നുള്ള സ്ഥിരം പരിപാടി. അപ്പോൾ ഇന്ന് കുറച്ച് മാങ്ങ പറിച്ചിട്ട് അത് കുറച്ച് ഉപ്പൊക്കെ ഇട്ട് വെറുതെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അത് നമ്മൾ ഉപ്പിലിടാനും എടുക്കും അതുപോലെ തന്നെ അച്ചാറാക്കാനും എടുക്കും. ഇവിടെയാണ് ഇവിടെ ചോറിനുള്ള വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ചിക്കൻ കറി ഏകദേശം കാലിയായി. ഇനിയിപ്പോൾ രാത്രി വേറെ എന്തെങ്കിലും കറി വെക്കണം. വൈകുന്നേരത്തേക്ക് തികഞ്ഞുള്ളൂ കേട്ടോ, ഞങ്ങളെല്ലാവരും കൂടെ ഉള്ളതുകൊണ്ട് തന്നെ. അപ്പം ഞാനിങ്ങനെ നാത്തൂനോട് എന്തൊക്കെയോ കഥയൊക്കെ സീരിയസ് ആയിട്ട് പറയുന്നുണ്ട്, പറഞ്ഞുകൊണ്ട് വീഡിയോ എടുക്കുകയാണ്. കുഞ്ഞുവാണെങ്കിൽ ഇതേ ഇവിടെ ചാരി ഇരുന്നിട്ട് കാർട്ടൂൺ കാണുന്നുണ്ട്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ മക്കളെല്ലാവരും കൂടെ നമ്മളടുത്ത് വന്നിരുന്ന ഒരേ കളിയായിരുന്നു കേട്ടോ. കുഞ്ഞുണ്ണിയും പാറുവാണ് എപ്പോഴും കൂട്ട്, അവരാണ് അടിയും പിടിയും കളിയും. പിന്നെ ഇതേ എല്ലാവരും രാത്രിത്തേക്കുള്ള പരിപാടിയിലേക്കൊക്കെ കടന്നിട്ടുണ്ട്. അതായത് ചോറൊക്കെ ഇവിടെ അരിയൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ അതെല്ലാം കഴിഞ്ഞ് കിച്ചൺ ഡ്യൂട്ടി എല്ലാം കഴിഞ്ഞു. പിന്നെ വെറുതെ ചുമ്മാ ഇരിക്കും. അപ്പോൾ നാത്തൂന് ഇതേ ഈ ഒരു സംഭവം എന്താണ് ഇനി റോസ്മേരി വാട്ടറോ അങ്ങനെ എന്തോ ആണ് പറഞ്ഞത് എന്നോട്. അപ്പോൾ അവർ ഫസ്റ്റ് ആദ്യമായിട്ട് ട്രൈ ചെയ്ത് നോക്കുകയാണ് കേട്ടോ. ഇത് തേച്ചാൽ മുടി പന പോലെ വളരുന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ പാറു ഇതേ അവളെ അമ്മയ്ക്ക് തേച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നാത്തൂന് അതൊക്കെ ഇട്ട് സെറ്റായി ഞാൻ പറയാട്ടത്.
ആദ്യം ശരണേച്ചി നല്ലോണം റോസ്മേരി എന്ന് തന്നെ തോന്നുന്നു, എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല നെയിം. അതൊക്കെ ഇട്ടൊന്ന് പരീക്ഷിച്ച് നോക്കട്ടെ, റിസൾട്ട് ഉണ്ടെങ്കിൽ ഞാൻ എന്തായാലും നിങ്ങളെ അറിയിക്കാം കേട്ടോ. പിന്നെന്താ, പിന്നെ ഇനി ഞങ്ങൾക്ക് പരിപാടി ഒന്നുമില്ല. അപ്പോൾ ഞങ്ങൾ വിചാരിച്ച് കള്ളനും പോലീസും കളിക്കാം. ഞങ്ങളിങ്ങനെ ഒത്തുകൂടി അങ്ങനത്തെ ഓരോ പരിപാടിയൊക്കെ കളിക്കും. അങ്ങനെ ഇവിടെ എഴുതലാണ് കേട്ടോ, കള്ളൻ പോലീസ്. ഞാൻ എപ്പോഴും വിചാരിക്കും ദൈവമേ കള്ളൻ കിട്ടിയാലും കുഴപ്പമില്ല, പോലീസിനെ കിട്ടല്ലേ എന്ന് വിചാരിക്കാറുണ്ട് കേട്ടോ. കാരണം പോലീസ് എന്ന് പറയുന്നത് ഭയങ്കര ഒരു ടാസ്ക്കാണ്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് കളിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. പിന്നെ എന്താണ്, നമ്മുടെ അപ്പുണ്ണിയാണ് ഇപ്പോൾ വീഡിയോ എടുത്തിരുന്നത്. അങ്ങനെ ഇങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ എത്ര പെട്ടെന്ന് സമയം പോകുന്നതെന്ന് അറിയില്ല കേട്ടോ. പിന്നെ ഞങ്ങൾ ഇവിടുന്ന് എഴുന്നേൽക്ക് എപ്പോഴാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബിഗ് ബോസ് തുടങ്ങുന്നൊരു സമയത്താണ്. ഞാൻ കുറച്ച് നേരം ഇരിക്കുള്ളൂ, കുറച്ച് നേരം കഴിഞ്ഞാൽ ഞാൻ മേലോട്ട് തന്നെ കയറിപ്പോകും. ഇവിടുന്ന് എൻ്റെ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് കുറച്ച് ദൂരമുള്ളൂ, നടന്നു പോകുന്ന ദൂരമുള്ളൂ. അതാണ് പണിയെല്ലാം കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. പിന്നെന്താ, അങ്ങനെ ഞങ്ങൾ ഓരോന്നൊക്കെ കളിച്ചും ചിരിച്ചൊക്കെ ഇരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പതുക്കെ വിടും. ഏട്ടൻ വരികയാണെങ്കിൽ ഏട്ടൻ്റെ കൂടെ പോകും, അല്ലെങ്കിൽ ഏട്ടൻ നേരം വഴുകുമെന്ന് പറയുകയാണെങ്കിൽ അതിന് മുമ്പേ പോകും കേട്ടോ. ഈ കള്ളനും പോലീസും കളി എന്ന് പറഞ്ഞാൽ ഭയങ്കര ചെറുപ്പം മുതലേ ഇഷ്ടമുള്ളൊരു പരിപാടിയാണ്. അപ്പം ഞങ്ങളതൊക്കെ ഒന്ന് എന്താ പറയുക, ചെറുപ്പകാലത്തിലേക്ക് പോയ പോലെ ഒരു ഫീലായിട്ട് ഇങ്ങനെ എല്ലാവരും കൂടെ ഒത്തുകൂടി ഇരുന്ന് കളിക്കുമ്പോൾ ഞാനും 1-2 വട്ടം കള്ളനായി, 2-3 വട്ടം പോലീസായി. അങ്ങനെ കുറച്ച് മുട്ടയൊക്കെ എനിക്കും കിട്ടിയിരുന്നു കേട്ടോ. അങ്ങനത്തെ കളിയെല്ലാം അവസാനിപ്പിച്ചു. ഏട്ടനെ വിളിച്ച് നോക്കിയപ്പോൾ ഏട്ടൻ പറഞ്ഞു ഞാൻ വരാൻ നേരം വഴുകുന്നു. അപ്പം ഞാൻ മേലോട്ട് വീട്ടിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് കാണാൻ.